الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن مع العسر يسرا إن مع العسر يسرا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് കുറ്റമറ്റ വിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച രണ്ട് ചെറുവചനങ്ങൾ ഏറെ സുപരിചിതമാണ്. ആ സൂറത്തും നമുക്കറിയാം, അതിലെ പ്രതിപാദ്യ വിഷയങ്ങളും നമുക്കറിയാം. അത്രയേറെ പരിചിതമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇൻഷിറാഹ്, 94-ാമത്തെ അധ്യായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ചെറുവചനങ്ങളിലൂടെ വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യം, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം. 2 പ്രാവശ്യം ആവർത്തിച്ച കാര്യം പറഞ്ഞു. ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ 3 അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. ആ 3 അനുഗ്രഹങ്ങളും പ്രവാചകന് ലഭിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷമുണ്ടായ അവസ്ഥയാണ്. അപ്പം നേർക്ക് നേരെ പ്രവാചകനോട് സംബോധനയാണ് എന്ന് നമുക്ക് തോന്നും എങ്കിലും അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് നിനക്ക് നിന്റെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക്, നിന്റെ നട്ടെല്ലിനെ, മുതുകിനെ ഞെരിച്ചു കളഞ്ഞ പ്രയാസത്തെ
നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ? വറഫഅനാലക ദിക്റക്, നിനക്ക് നാം നിന്റെ പ്രശസ്തി നാം ഉയർത്തുകയും ചെയ്തില്ലേ? ഇതാണ് 3 കാര്യങ്ങൾ. ഇപ്പൊ പ്രവാചകനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുത്തതും, പ്രവാചകന് ഹൃദയവിശാലത നൽകിയതും, പ്രവാചകന്റെ പ്രശസ്തി വാനോളവും അതിനപ്പുറമുണ്ടെങ്കിൽ അതും ഉയർത്തിയതും ഒക്കെയാണ് അതിൽ പരാമർശം. ഇനി നമ്മൾ ഓരോരുത്തരിലേക്കും എങ്ങനെയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളും ഇങ്ങനൊക്കെ തന്നെയാണ്. ഇതേപോലെ ഹൃദയവിശാലത അള്ളാഹു നൽകുന്നു, നമുക്ക് പേരും പ്രശസ്തിയും അള്ളാഹു നൽകുന്നു, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അള്ളാഹു ഒഴിവാക്കി തരുന്നു. ഇതൊക്കെ നമ്മളെക്കുറിച്ചും നമ്മിലേക്കൊന്ന് ചുരുങ്ങി ചിന്തിച്ചാലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് പറഞ്ഞതിന് ശേഷമാണ് പ്രയാസം കഴിഞ്ഞാൽ ഒരെളുപ്പമുണ്ടാകും, അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്നത്. സാധാരണയായി അശുഭ ചിന്തകളും ജീവിത നൈരാശ്യങ്ങളുമാണ് പലപ്പോഴും പല ആളുകളെയും പരാജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു രംഗത്ത് ഒരല്പം ഞെരുക്കം, പ്രയാസം അനുഭവപ്പെടുമ്പോഴേക്ക് മടുപ്പ് ബാധിച്ച് എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ല, ഒന്നിനും ഇല്ല, ഒന്നിനും കഴിയില്ല എന്ന ധാരണയിൽ എത്തിച്ചേർന്ന് പിടിക്കാനാവാത്ത നിലയിൽ, നിയന്ത്രിക്കാനാവാത്ത നിലയിലുള്ള മാനസികമായ സംഘർഷത്തിന് വിധേയരായി സ്വയം നശിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നു പലപ്പോഴും. ഇന്ന് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വാർത്തയല്ലാതായി മാറിയിട്ടുണ്ട്. ദരിദ്രനാരായണന്മാർ മുതൽ ശതകോടീശ്വരന്മാർ വരെ ജാതിയും മതവും ലിംഗവും വർഗവും വർണ്ണവും പ്രായവും ഒന്നും ഭേദമില്ലാതെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഒരു ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടി എന്താണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതൊരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണം ഇതാ, മനുഷ്യനാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നും ഒരേ അവസ്ഥയല്ല ജീവിതം. സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും. ഏറെ ആഹ്ലാദകരമായ കാര്യമുണ്ടാകും, ഏറെ പ്രയാസകരമായ കാര്യമുണ്ടാകും. രോഗമുണ്ടാകും, ആരോഗ്യമുണ്ടാകും. ഇതൊക്കെ രാവും പകലും പോലെ ജീവിതത്തിലുള്ള കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും സന്തോഷകരമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും തന്നെ നശിപ്പിക്കുന്ന ഒരു മനോഗതിയിലേക്ക് എങ്ങനെ മനുഷ്യൻ എത്താൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം. ഒരുപാട് പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ന് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമ്പത്തിന്റെ ഉച്ചകോടിയിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും, അതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം നാം വായിച്ച ഒരു 3 റിപ്പോർട്ടുണ്ട്, 2 റിപ്പോർട്ടുണ്ട്. അതിലൊന്ന് 16 വയസ്സും 14 വയസ്സും 12 വയസ്സും പ്രായമുള്ള 3 പെൺകുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ മൊബൈൽ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി ഗെയിമിന് അഡിക്റ്റായിരുന്ന കുട്ടികളോട് അത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഗെയിമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല, ഇതാണ് ഞങ്ങളുടെ ലോകം എന്ന് ഡയറിയിൽ എഴുതി വെച്ചിട്ട് 3 ആളും കൂടി ഒരു അപ്പാർട്ട്മെന്റിന്റെ 9ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ വായിച്ചു. നമ്മളത് വായിച്ചു പോയി. അതേപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ വായിച്ചു ഒരു 9ാം ക്ലാസ്സുകാരൻ, 14 വയസ്സുള്ള പയ്യൻ, അവൻ തൂങ്ങി മരിക്കുക ചെയ്ത. ഇത് രണ്ടും ഇന്നലെ നമ്മൾ വായിച്ച റിപ്പോർട്ടുകളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അതും മൊബൈലിന്റെ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ മുതൽ, അതായത് LP ലോവർ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ബിരുദാനന്തരം വരെയുള്ള, അതിനപ്പുറവും പ്രായമുള്ള ലെവലിലൊക്കെ ഉള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഉപ്പ എന്നെ ചീത്ത പറഞ്ഞു, ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു, വാപ്പ എന്നെ അടിച്ചു, അല്ലെങ്കിൽ എന്നോട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു, അത് കളിക്കരുത് എന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ
ആ ചിന്തകളിൽ നിന്ന് തനിക്ക് തികഞ്ഞ മനസാന്നിധ്യം എടുക്കാൻ, എന്തിനാണ് എന്റെ ഉപ്പ എന്നെ ഇതിന് ശാസിച്ചത്, അല്ലെങ്കിൽ എന്റെ വാപ്പ ഇതിന് ശാസിച്ചത്, എന്റെ ഗുരുനാഥൻ ഇതിന് ശാസിച്ചത്, അങ്ങനെ ചിന്തിക്കൂല. ശാസിച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ഇതാണ് അവസ്ഥ. ഈ മാനസികാവസ്ഥയിലേക്ക് പോകുന്നിടത്ത് ആരും മോശക്കാരല്ല. ആ മനസ്സിനെ തിരിച്ചു പിടിക്കുകയും ആ തികഞ്ഞ മനസാന്നിധ്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്. അതിജയിച്ചു പോകണം. ഏത് വെല്ലുവിളികളെയും അതിജയിച്ചു മുന്നോട്ട് പോകുമ്പോഴേ വിജയം കൊയ്തെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഇതൊക്കെ ഒരു നല്ല രൂപത്തിൽ കലാശിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെയാണ് സംഭവിക്കുക. ഞാൻ ഈ കാര്യത്തിലേക്ക് സൂചിപ്പിച്ചത്, ഞാൻ ഓതിവെച്ച വചനം ഇതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇസ്ലാമികമായി എല്ലാ രംഗത്തും കുറ്റമറ്റ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. കടമുണ്ടാകും ജീവിതത്തിൽ, സ്വാഭാവികമാണ്. ആരെങ്കിലും ആക്ഷേപിച്ചെന്ന് വരും, അപ്പൊ നമുക്ക് അപമാനഭാരം തോന്നും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് കിട്ടാതെ പോകും. ഇതൊക്കെ സംഭവിക്കാം. ഇത് സംഭവിച്ചുകൊണ്ടല്ലേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് വരുമ്പോഴേ, ആ ഒരു ബോധം ഉണ്ടാകുമ്പോഴേ അതിജയിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അവിടെ ഒതുക്കുകയാണ്, വിശാലമായി അങ്ങോട്ട് പോകുന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ജീവൻ അമൂല്യമാണ് എന്നുള്ളതാണ്. ഒരു വിലയും കൽപ്പിക്കാൻ അതിന് കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ പ്രയോഗത്തിൽ ഒരു മനുഷ്യന്റെ ജീവൻ മുഴുവൻ മനുഷ്യന്റെ ജീവന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അത് സ്വയം നശിപ്പിച്ചാലും ശരി, മറ്റുള്ളവരാൽ നശിപ്പിക്കപ്പെട്ടാലും ശരി, ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവനാണ്, ജീവന്റെ വിലയാണ്. അപ്പൊ അത് നശിപ്പിച്ചാൽ എല്ലാ ജീവനും നശിപ്പിച്ചതിന് തുല്യം. ഖുർആൻ കൃത്യമായിട്ട് അത് പറഞ്ഞത്, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ആ ഒരവസ്ഥയിലേക്ക് പോകാതെ എല്ലാം അതിജയിച്ച് ജീവിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിലോ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണെന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. ഈ ഗ്രന്ഥത്തിന്റെ ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ട് കൂടുതൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചിന്തയേ പാടില്ല. എന്തെങ്കിലും എന്നിട്ടല്ലേ ചെയ്യല്. ഇപ്പൊ കുറച്ചൊക്കെ നമുക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിലും അത്ര അങ്ങോട്ട് ശുഭകരമല്ല കാര്യം. കുറച്ച് ഒരു 1-2 മണിക്കൂർ മുമ്പ് ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടു. നാളെ പത്രങ്ങളിലൊക്കെ വരുമായിരിക്കും. ഒരു മുസ്ലിമായ നെറ്റിയിൽ 2 തഴപ്പിങ്ങനെ കണ്ടാൽ കണ്ണ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്ര തഴപ്പുണ്ട് നെറ്റി. അദ്ദേഹം തന്റെ കാറില് തന്നോട് എന്തൊക്കെയോ സാമ്പത്തികമായി പ്രയാസം കാണിച്ച ആൾക്കാരുടെ പേര് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട്, വയനാടാണ് ഈ സംഭവം ഉണ്ടായത്, ആള് കണ്ണൂർക്കാരനാണ്, വയനാട് വെച്ചാണ് ഈ സംഭവം, കാറിന് തീ കൊടുത്തു, അദ്ദേഹം മരിച്ചു. ആൾക്കാരെല്ലാം കൂടി ഭാര്യയും കുട്ടികളെയും രക്ഷപ്പെടുത്തി. അത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 13 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. എല്ലാം സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഒരു മാനസികാവസ്ഥ, മനുഷ്യനാണ്, സമ്പത്ത് വരും പോകും, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ സമ്പത്ത് കീഴ്പ്പെടുത്തും, ആ കീഴ്പ്പെടുത്തിയ സമ്പത്ത് നേടിയെടുക്കാൻ ഇന്ന് എന്തെല്ലാം മാർഗങ്ങളുണ്ട്, ഇതൊന്നും ചിന്തിക്കൂല, ഒരു തോന്നല്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര ശുഭകരമല്ല കാര്യമെന്ന് ഞാൻ സൂചിപ്പിച്ചതാ. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ഒരു തത്വസംഹിതയുടെ ആളുകളാണ് വിശ്വാസികൾ. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുട്ടികളാണെങ്കിൽ പരീക്ഷകളിൽ പരാജയപ്പെടുന്നതുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, അപമാനഭാരങ്ങളുണ്ട്, ഭയമുണ്ട്, മൊബൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരായി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു പോയി ആത്മഹത്യ ചെയ്യുന്നത്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യമൊക്കെ ഇതെന്താണ്, ഒരു താൽക്കാലിക മോചനം, മോക്ഷം, ആ കാര്യത്തിൽ നിന്ന് തൽക്കാലം ഒരു രക്ഷപ്പെടൽ എന്നുള്ളതല്ലാതെ ശാശ്വതമായ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലായ്മയാണ്
ഏറ്റവും പ്രധാനമായി ഇതിലേക്ക് പോകുന്നത്. ഒറ്റപ്പെട്ടതല്ലാത്തതും ഉണ്ടായാൽ കേട്ടോ, ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ് ജീവിതം അത് ഇതോടുകൂടി തീരുന്നതാണെന്നുള്ള ചിന്ത. ആ ചിന്ത ശക്തിപ്പെട്ടു വരിക. ഇനിയിപ്പം ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിച്ച് അവനങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവളങ്ങോട്ട് പോകും. സംഭവിക്കുന്ന എന്താ? അതിനുശേഷം ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഇവിടെ. ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവളുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ട്, അവർക്ക് മാതാപിതാക്കളുണ്ട്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേരെന്താ? തൂങ്ങിച്ചത്തോന്റെ ഭാര്യ, ആത്മഹത്യ ചെയ്തവളുടെ ഭർത്താവ്, അവന്റെ മക്കൾ, അവളുടെ മക്കള്, അവരുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന് ജനം പറയാൻ തുടങ്ങുമ്പോൾ അവസാനം ഇനി ഞങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇതും കേട്ടുകൊണ്ട് അവരും പോകും. ഇതൊരു വല്ലാത്ത ഒരു പ്രശ്നമാണ്. ഇത് അങ്ങനത്തെ നിസ്സാരമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരു വിശ്വാസിയെ പിടിച്ചു നിർത്തുന്ന കാര്യം, ഞാൻ അവിടെ മാത്രം നിൽക്കുക. ഒരു വിശ്വാസി ഈ രംഗത്ത് പിടിച്ചു നിർത്തേണ്ടത് എന്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് ശാശ്വത ജീവിതമല്ല, ഇത് നശ്വരമാണ്. സമ്പത്ത് വരും പോകും, അഭിമാനം ഉണ്ടാകും, അപമാനം വരും, ഇതൊക്കെ സംഭവിക്കും, രോഗം വരും, ആരോഗ്യമുണ്ടാകും. ഇങ്ങനെ എല്ലാത്തിനെയും ആ കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ട് ഇത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അള്ളാഹു ഖദർ, അതിലുള്ള വിശ്വാസത്തിന്റെ പോരായ്മ ഇതിന്റെ ഒരു വലിയ വിഷയമായി കാരണമായി മാറുന്നുണ്ട്. അവിടെ വേണ്ടത് ക്ഷമിക്കുക, സഹിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നേറുക, ഇത് മാത്രമാണ്. അതിലാണ് ഇതിലെ ഏറ്റവും ആ കാഴ്ചപ്പാടിനെ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു വചനമുണ്ടല്ലോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം. ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തും ഖൈറാണവൻ, എന്തും ഗുണമാണ്. അതെങ്ങനെയാവുക? ജീവിതത്തിൽ സന്തോഷമുണ്ടായാൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകും, അപ്പൊ അത് നല്ലത്. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോഴോ ക്ഷമിക്കും, സഹിക്കും, അതിജയിക്കും, അങ്ങനെ പോകും, അപ്പൊ അതും ഖൈർ. ഇങ്ങനെയുള്ള മനുഷ്യനാകാനാണ് മതം പഠിപ്പിക്കുന്നത്. പക്ഷെ മതത്തെ ആർക്കും ഇഷ്ടമല്ല. മതം എന്ന് പറഞ്ഞുകൂടാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുതരം ഫോബിയാണ് എല്ലാ രംഗത്തും. നമുക്കറിയാം, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. തന്നെയുമല്ല, ഒരു വിശ്വാസി വിശ്വസിക്കുന്നത് എന്താ? ഖുർആൻ അവനെ പഠിപ്പിക്കുന്നുണ്ട്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹുവും വലഇബുൻ വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ഖുർആൻ പറയുന്നത് അങ്ങനെ. സൂറത്ത് അൻകബൂത്തിലാണ് ആ വചനം, 64-ാമത്തെ വചനമാണ്. എന്താ പറഞ്ഞത്? ഈ ലോകം എന്ന് പറഞ്ഞാൽ കളിയും തമാശയും വിനോദവും ഒക്കെയാണ്. വഇന്ന ദാറൽ ആഖിറ, തീർച്ചയായും പരലോക ഭവനം, ലഹിയൽ ഹയവാൻ, അതാണ് ശാശ്വതം, അതാണ് എന്നെന്നും ഉണ്ടാവുക. എന്നിട്ട് പറയുന്നു ലൗ കാനൂ യഅലമൂൻ. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കാതിരുന്നാലാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ വരിക. തന്നെയുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ആയുസ്, ജീവൻ എന്ന് പറയുന്നത് കളയാനുള്ളതല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിന്റെ വിലയും പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുക, ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളായ ഒരാൾക്ക് ഒരു മുറിവ് പറ്റി, ശരീരത്തിൽ ഒരു മുറിവ് പറ്റി. അയാൾ അക്ഷമനായി, ക്ഷമയില്ലാത്തവനായി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കത്തിയെടുത്തു, കൈ മുറിച്ചു. കയ്യിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി, അവസാനം മരണപ്പെട്ടു. അങ്ങനെ ആ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട്, അതിനെ പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു നിലപാട് വ്യക്തമാക്കി പറഞ്ഞ ഒരു വചനമുണ്ട്. അള്ളാഹുവിന്റെ വചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബാദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. എന്റെ ദാസൻ തിരക്ക് പിടിച്ച് എന്റെ അടുക്കലേക്ക് വന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. ബാദറനി അബ്ദി ബിനഫ്സിഹി, എന്റെ ദാസൻ അവന്റെ ശരീരവുമായി തിരക്ക് പിടിച്ച് എന്റെ അടുക്കലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വയം നശിപ്പിച്ചു അവനെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഹറംതു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഞാൻ നിഷിദ്ധമാക്കും. ഒരു രക്ഷയില്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്തു എന്ന് ഉറപ്പായ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടില്ല. അതാണ് പ്രവാചകന്റെ ചര്യ. നമസ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമസ്കരിക്കാൻ ഒരുങ്ങിയ ആൾക്കാരെ തടഞ്ഞിട്ടില്ല എന്ന് കൂടിയ പ്രവാചകന്റെ ചരിത്രം നമുക്ക്, ഞാൻ നിസ്കരിക്കൂല എന്നുള്ള നിലപാട്. എന്ത് ഇത്ര കഠിനമായ ഒരു ശൈലി കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വീകരിച്ചത്? ഇതാണ് അതിന്റെ കാരണം. അതിന് അർഹതയില്ല. അവൻ ചെയ്തുകൂടാതെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് എന്നുള്ള നിലയിൽ തന്നെയാണ്.
അപ്പൊ ഇത് നാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്താണ്? അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനഃശാന്തി കിട്ടണോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ഖുർആൻ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം പറഞ്ഞ കാര്യം തന്നെയുമല്ല, മനുഷ്യർക്ക് മാതൃകയാകുന്ന പ്രവാചകന്മാർ മുഴുവനും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എണ്ണിയാലൊടുങ്ങാത്തതാണ്, അസഹനീയമാണ്. എന്നിട്ട് അതിനെല്ലാം അവഗണിച്ചാണ് അവർ വിജയിച്ചത്, അവർ മാതൃകയായി മാറിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്, സ്വന്തം മകനെ ബലിയെറുക്കാൻ പറഞ്ഞപ്പോൾ അതിന് ഒരുങ്ങിയത്, അത് വേണ്ടാന്നുള്ള അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇതാണ് കാരണം. അതൊരു വലിയ പ്രഖ്യാപനമാണത്. അവിടെയാണ് നാം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ട കാര്യം. അത് തന്നെയുമല്ല, നമ്മൾ സാധാരണയായി പരിശോധിച്ചപ്പോൾ അതുപോലെ തന്നെ യൂനുസ് നബിയുടെ, അയ്യൂബ് നബിയുടെ ഒക്കെ, മൂസാ നബിയുടെ ഒക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ വലിയ മാതൃകയുണ്ട്. ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം 2025 ഒരു സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയട്ടെ. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ലോകത്ത് വലിയ സന്തോഷത്തോടെ ഹാപ്പിയോടുകൂടി ജീവിക്കുന്ന ആളുകളുള്ള പ്രദേശം ഏതാണ് എന്ന ആ റിപ്പോർട്ടിൽ ഒന്നാമതായി പറയുന്ന സ്ഥലം ഫിൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണത്രേ ഏറ്റവും ഹാപ്പിയായി ജീവിക്കുന്നത്. ആ ഫിൻലാൻഡിൽ അവിടുത്തെ ആത്മഹത്യാ നിരക്ക് 13.4%. ഇത്ര ഹാപ്പിയുള്ള സ്ഥലത്ത്. അപ്പൊ ഹാപ്പി ഇല്ലായ്മ അല്ലല്ലോ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, വേറെ എന്താണെന്നുള്ള ഒരു ഉറപ്പല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ആ റിപ്പോർട്ട് അനുസരിച്ച് വരുമ്പോൾ നമ്മുടെ ഇന്ത്യ 125ാം സ്ഥാനത്താണ് അത്ര, ആ റിപ്പോർട്ട് അനുസരിച്ച് ആകട്ടെ. അതുപോലെ വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ, അങ്ങനെ ഒരു സംഘം, ചെറു സംഘം, വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ. ആ വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞ രാജ്യങ്ങൾ എന്നാണല്ലോ വികസിതം എന്ന് പറയുന്നത്. വികസിതം എന്ന് പറഞ്ഞാൽ എല്ലാം വികസിച്ചു കഴിഞ്ഞ രാജ്യമല്ലേ. അപ്പൊ ആ നിലയിലുള്ള രാജ്യത്തിന്റെ അവസ്ഥ എന്താ? അവിടെ 12.5% ആത്മഹത്യാ നിരക്ക്. ഇത്ര വലിയ എല്ലാം കൊണ്ടും തികഞ്ഞ രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ. അതേസമയം 6ാം നൂറ്റാണ്ടെന്ന് പറയാറില്ലേ, ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ, പരിഹാസങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ഫോബിയകളാണ് അതുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മനുഷ്യനെ നശിപ്പിക്കാനുള്ളതാണ്, സ്വാതന്ത്ര്യം നൽകാത്തതാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ആർക്കും സ്വാതന്ത്ര്യമില്ല, ഒരു ജാതി മതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 6ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നൂറ്റാണ്ടിലും. ആ 6ാം നൂറ്റാണ്ട് എന്ന് പരിഹസിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് പുച്ഛിക്കുന്ന ആ പ്രദേശം, ഇസ്ലാം ഉദയം കൊണ്ട, വിശുദ്ധ ഖുർആൻ അവതരണീയമായ ആ നാട് സൗദി അറേബ്യയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണല്ലോ ഹിറാ ഗുഹയൊക്കെ ഉള്ളത്. അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അവിടെ നിന്നാണല്ലോ ഖുർആൻ അവതരിച്ചതും വരുന്നതും ഒക്കെ. ചരിത്രത്തിലേക്കൊന്നും പോവുകയല്ല. അവിടുത്തെ ആത്മഹത്യാ നിരക്ക് എത്രയാണെന്നറിയോ? 0.95% എന്ന് പറയാൻ 1% പോലും ഇല്ല. ഇതെന്താ അങ്ങനെ വരുന്നത്? ആ 0.95% തന്നെ അവിടെയുള്ള ആൾക്കാരാണോ, അവിടെ അതെല്ലാം നാട്ടിൽ വന്ന് കൂടിയവരാണോ എന്ന് പോലും അറിയില്ല. അത്രയേ ഉള്ളൂ. എന്താ ഇങ്ങനെ ഒരു ബോധം വരാൻ കാരണം? ഈ ബോധമാണ് മനുഷ്യനെ നയിക്കേണ്ടത് ലോകത്ത്. ആ ബോധത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? മനുഷ്യൻ നന്നായിക്കൂടാ, മനുഷ്യൻ നന്നാകരുത്. ഇത്തരത്തിലുള്ള ഒരുപാട് മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ഒരു ചിന്ത. എന്തേ ഇതിന് കാരണം? ഈ അവബോധമാണ്. നേരത്തെ പറഞ്ഞ ബോധം, ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഞാൻ തിരിച്ചു ചെല്ലുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ്. എന്റെ ജീവൻ ഞാൻ അകാരണമായി എടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് അതിന് ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ഞാൻ അതിനില്ല, എന്തും വരട്ടെ എന്റെ ജീവിതത്തിൽ എന്നുള്ള അവബോധം ഉണ്ടായി തീരുന്നത് കൊണ്ടാണ് ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. തന്നെയുമല്ല, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇക്കാര്യത്തെ ഇസ്ലാം കാണുന്നത്. എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ആത്മഹത്യ ചെയ്തത്, അതേപോലത്തെ ശിക്ഷയായി
ശിക്ഷയായിരിക്കും പരലോകത്ത് നരകത്തിൽ അവനെ ലഭിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ര ഗുരുതരമാണ്. ഒരാളൊരു മുകളിലുള്ള ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ചാടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് എങ്കിൽ നരകത്തിൽ അതേപോലെ ചാടിക്കൊണ്ടിരിക്കുന്ന ഖാലിദൻ മുഖല്ലദൻ അബദൻ എന്ന പ്രയോഗം. ഖാലിദൻ മുഖല്ലദൻ അബദൻ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. അറബി ഭാഷ അറിയുന്നവർക്കറിയാം അതിന്റെ ഗൗരവം എന്താണെന്ന്. ഖാലിദ് എന്ന് പറഞ്ഞാൽ ശാശ്വതം എന്നാണ് അർത്ഥം. മുഖല്ലദ് എന്ന് പറഞ്ഞാലും അങ്ങേയറ്റത്തെ ശാശ്വതം എന്നാണ് അർത്ഥം. പിന്നൊരു അബദൻ എപ്പോഴും എന്നാണ് അർത്ഥം. 3 വചനങ്ങൾ വാക്കുകൾ പ്രയോഗിച്ചിട്ടാണ് ആ ഗൗരവം പറഞ്ഞത്. അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു നൈമിഷികമായ വികാരത്തിന്റെ അടിമപ്പെട്ട് എന്തോ ആയി എന്ന് പറഞ്ഞു പോയി നമ്മൾ വിശ്വാസികളായ ആരെങ്കിലും ആ ഒരു അവസ്ഥയിലെത്തിയാൽ നരകത്തിലെത്തിയിട്ട് ഇങ്ങനെ ചാടിക്കോട്ടിരിക്കണം. വിഷം കഴിച്ചാണ് പലയാതി മരണങ്ങളുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും അങ്ങനെ ഹദീസ് ഇങ്ങനെ പരത്തി പറയുന്നുണ്ട്. എല്ലാ ആത്മഹത്യ ചെയ്യുന്ന എല്ലാ രംഗങ്ങളെ കുറിച്ചും ആ ഹദീസിലുണ്ട്. ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ. ഇതൊക്കെ വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി പറയുന്നത്. അതിനി ഇത് ചെയ്തത് ഒരു രക്തസാക്ഷിയായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവനും അതേ ശിക്ഷ തന്നെ ലഭിക്കുന്ന ഒരു മാറ്റം അതിനുണ്ടാവില്ല. ഖൈബർ യുദ്ധവേള ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അനുയായികൾ ചെന്നിട്ട് പറഞ്ഞു, ഭയങ്കര യുദ്ധതന്ത്രജ്ഞനാണ് കേട്ടോ, നോക്കിയേ. റസൂൽ ഒറ്റ മറുപടി പറഞ്ഞോളൂ, ഹുവ പിന്നാർ, അവൻ നരകത്തിലാണ്. റസൂൽ വെറുതെ പറയില്ല. അങ്ങനെ യുദ്ധം തുടങ്ങി. വീണ്ടും ഇയാളുടെ യുദ്ധത്തിലെ ആ ശക്തമായ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ വീണ്ടും ചെന്ന് പറഞ്ഞു. അപ്പോഴും അതേ വാക്ക് ആവർത്തിച്ചു റസൂൽ. കുറച്ചു നേരം കഴിഞ്ഞ് ആ വന്ന സഹാബികൾ വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അദ്ദേഹം എന്താണ് ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? ശരീരത്തൊരു ചെറിയ മുറിവേറ്റു. അസഹനീയമായ മുറിവായി കണ്ടുകൊണ്ട് സ്വന്തം ആയുധം കൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഈ സഹാബികൾ പറയുന്ന, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് പറഞ്ഞ വാക്ക് എത്ര സത്യസന്ധമാണ് എന്ന് നബിയോട് പറഞ്ഞു എന്നാണ്. വലിയൊരു സംഭവമാണ്. ഞാൻ വളരെ ചുരുക്കി 2-3 വാചകങ്ങളിൽ പറഞ്ഞെന്ന് മാത്രമേ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ, ഇതാണ് സ്ഥിതി എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം അറിഞ്ഞ ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. മദീനയിലാണ് സംഭവം. ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, തീർച്ചയായും അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നിലനിർത്തും. ദുർമാർഗിയായ മനുഷ്യന്റെ സേവനം കൊണ്ടും അള്ളാഹു ഈ ദീനിനെ നിലനിർത്തും എന്നൊന്നുകൂടി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ആ രൂപത്തിൽ മരണപ്പെട്ടുകൊണ്ടുള്ള ബേജാറിൽ നിന്ന് ആ സഹാബത്തിന് എത്ര ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു നിർവാഹവും ഇല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കാൻ പോലും. അതുകൊണ്ട് വേണ്ടതെന്താ? ഭൗതിക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ പങ്കുവെക്കണം, സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തണം, കുടുംബത്തിലുള്ളവരുമായി പ്രശ്നങ്ങൾ സംസാരിക്കണം, കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്തണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ 7 വർഷം മുമ്പ് ഒരു ശതകോടീശ്വരൻ നേത്രാവതി നദിയിൽ ചാടി മരിച്ച ഒരു സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സാമ്പത്തിക ബാധ്യത ജീവിത പങ്കാളിയോട് പോലും പറഞ്ഞിട്ടുണ്ടായില്ല എന്നാൽ എല്ലാം മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്ന് വിങ്ങിപ്പൊട്ടി. ആ സംഭവമൊക്കെ നമ്മൾ വായിച്ചതാ. വിങ്ങിപ്പൊട്ടി അവസാനം നദിയിലേക്ക് പോയി മുങ്ങി മരിച്ചത്. പരിഹാരമുണ്ടേറെ ഈ ലോകത്ത് തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പരസ്പരം ഒന്ന് പറഞ്ഞുകൂടെ, ആശയവിനിമയം നടത്തിക്കൂടെ? ആ സംസാരത്തിന് എവിടുന്നെങ്കിലും ഒരു ചെറിയ മിന്നൽ നമുക്ക് കിട്ടും, ഒരു ചെറിയ വെളിച്ചം. എവിടുന്നെങ്കിലും ഒരു വാക്കിൽ നിന്ന്, ഒരു സമീപനത്തിൽ നിന്ന് ഒന്നും ചെയ്യാതെ അങ്ങാട് തോന്നുക, പോവുക, ചെയ്യുക. എന്നിട്ട് അവസാനം അത് ധീരതയാണോ ഭീരുത്വമാണോ നമ്മൾ ചർച്ച ചെയ്യുന്ന അതാ.
മറ്റു വശങ്ങളൊന്നും അല്ല നമ്മളുടെ ചർച്ച. അപ്പൊ അതൊന്നും അല്ല വേണ്ടത്. മറിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്. ഒരിക്കലും നിരാശ ബാധിക്കരുത്. നമുക്ക് പ്രതീക്ഷയാണ് വേണ്ടത്. പ്രതീക്ഷയെ മുന്നോട്ട് നയിക്കൂ, നിരാശ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെയാണ് ആ സൂറത്തുൽ ഇൻഷിറാഹിന്റെ ആദ്യ ഭാഗത്ത് പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ അത് അതിജയിച്ച് വിജയത്തിലേക്കും അതേപോലെ തന്നെ ഉന്നതമായ അവസ്ഥകളിലേക്കും പ്രവാചകൻ എത്തിച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇതാണ് കാരണം. വലിയ സന്ദേശമാണ് ആ രണ്ട് വചനങ്ങൾ. ചെറിയ വചനങ്ങളാണ്, ഒരുപാട് സന്ദേശം ഈ ആധുനിക യുഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് സ്വൈര്യമായിരുന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ അജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് നൽകുന്ന വിലമതിക്കാനാവാത്ത പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഇൻഷാ അല്ലാഹ് 13 ദിവസം, 12-13 ദിവസം പിന്നിട്ടാൽ നോമ്പിലേക്ക് നമ്മളെത്തും, നോമ്പ് നമ്മിലേക്ക് എത്തും. റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരുപാട് റമദാനുകളിൽ ജീവിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു വർഷം റമദാനിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രക്തസാക്ഷിത്വത്തെക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള നാളുകളാണ് നാം കാത്തിരിക്കുന്നത്. കുറെ റമദാനുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ചെയ്യാവുന്ന അമലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആസന്നമാകുന്ന റമദാൻ അതിനേക്കാൾ ശക്തമായി ഈമാനും തഖ്വയും കൈമുതലാക്കിക്കൊണ്ട് കൂടുതൽ പുണ്യം നേടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമായിരിക്കാൻ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അതിനെ നേരിടാൻ, സ്വാഗതം ചെയ്യാൻ, അത് അനുഷ്ഠിക്കാൻ, അതിലെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ഒരുങ്ങുക, മാനസികമായി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ആ ദിവസങ്ങൾ കിട്ടാൻ വേണ്ടി, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞുവല്ലോ, ഒരു വർഷം എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെയൊക്കെ ആയുസ് വെച്ചൊന്ന് ചിന്തിച്ചു നോമ്പ് പിടിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാകും. വലിയ ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ. അത്ര ഗംഭീരമാണ്, സവിശേഷതയുള്ളതാണ് റമദാൻ. അതിനെ നാടും വീടും പള്ളിയുമെല്ലാം ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ ഒരുങ്ങണം നമ്മുടെ മനസ്സും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആസന്നമായ റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ.